വടക്കൻ മലയാളത്തിൽ നിന്ന് ഒരു പുതിയ പ്രേതപടം ഇന്നലെ തിയേറ്ററുകളിലെത്തി. സിനിമ ഒരു ഹൊറർ ത്രില്ലറാണ്. കിഷോർ കുമാറാണ് നായകൻ. നമ്മുടെ ഹാപ്പി ബി ഹാപ്പിയിലൊക്കെ വില്ലൻ, കണ്ണൂർ സ്ക്വാഡിലെ പോലീസുകാരൻ ഓഫീസർ, അതുപോലെ തന്നെ നമ്മുടെ കാന്താരയിലെ പോലീസുകാരൻ കിഷോർ കുമാർ. കുറച്ച് പേർക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പുള്ളിയാണ് ഈ സിനിമയിലെ നായകൻ. ഏത് ഒരു മലയാള പടം തന്നെയാണ്. അതുപോലെ തന്നെ ഈ സിനിമയുടെ സൗണ്ട് മിക്സിങ് റിസോൾ പൂക്കറ്റിയാണ് ചെയ്തിരിക്കുന്നത്. ഈ സിനിമയിൽ സൗണ്ട് വഹിക്കുന്ന പ്രാധാന്യം അത്രയും വലുതാണ്. അതിലോട്ട് ഞാൻ വരാം. അപ്പോൾ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യം തന്നെ എടുത്തു പറയേണ്ടത് ഈ സിനിമയുടെ മേക്കിംഗ് ആണ്. വേറെ ലെവൽ മേക്കിംഗ്. അതായത് നമുക്ക് ഈ സിനിമയുടെ തുടക്കം കാണുമ്പോൾ മലയാള സിനിമ തന്നെയല്ലേ എന്ന് നമുക്ക് തോന്നിപ്പോകും. അതുപോലെയാണ് ഈ സിനിമയുടെ സ്റ്റാർട്ടിങ്ങുള്ള കുറച്ച് സീനുകളൊക്കെ. അടിപൊളി ക്യാമറ വർക്ക് ആയാലും DOP ആയാലും കളർ ഗ്രേഡിങ് ആയാലും എല്ലാം അടിപൊളിയായിരുന്നു. അവിടെയും തീർന്നില്ല. പിന്നെയും മേക്കിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ സിനിമയുടെ മ്യൂസിക്, സ്കോറുകൾ, അതുപോലെ തന്നെ സൗണ്ട് മിക്സിങ് അടിപൊളിയായിരുന്നു ഈ സിനിമയ്ക്കകത്ത്. അതൊക്കെ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. നമുക്ക് ആ ഒരു ഹൊറർ എഫക്റ്റ് തിയേറ്ററിൽ ശരിക്കും കിട്ടുന്നുണ്ടായിരുന്നു. ശരിക്കും അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു ആ ഒരു ഹൊറർ എഫക്റ്റ്. അത് ഈ സിനിമയുടെ വലിയൊരു പങ്ക് വഹിച്ചിട്ടുള്ളത് ഈ സിനിമയുടെ സൗണ്ട് മിക്സിങ് തന്നെയാണ്. സിനിമയിലോട്ട് കിടക്കുമ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് സത്യം പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. അതായത് ആദ്യത്തെ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ പടം ട്രാക്കിലോട്ട് കയറും. ആദ്യത്തെ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ഫസ്റ്റ് ഹാഫ് എൻഡ് വരെ സിനിമ പൊളിയായിരുന്നു. നല്ലൊരു ത്രില്ല് അല്ലെങ്കിൽ ഒരു ക്യൂരിയോസിറ്റി എന്നൊക്കെ പറയില്ലേ, ആ ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ ആദ്യത്തെ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ അവിടെ തൊട്ട് ഫസ്റ്റ് ഹാഫ് എൻഡ് വരെ ഒരു സാധനം കിട്ടുമായിരുന്നു. അപ്പോൾ നമുക്ക് ഭയങ്കര എന്താ പറയുക, ഒരു ഹൊറർ എലമെൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു ത്രില്ല് കിട്ടുന്നുണ്ട്. അങ്ങനെയൊക്കെ പോയിട്ട് ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവസാനിച്ചു. പക്ഷെ അവിടെ നിന്ന് സിനിമ സെക്കൻഡ് ഹാഫിലോട്ട് കടന്നപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഹാഫിൽ കിട്ടിയ ആ ഒരു ക്യൂരിയോസിറ്റി ശരിക്കും സെക്കൻഡ് ഹാഫിൽ നഷ്ടപ്പെട്ടതായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം സെക്കൻഡ് ഹാഫിലോട്ട് കിടന്നപ്പോൾ ആകെ കഥയിലൊരു മാറ്റം, ആ ഒരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറി കുറച്ച് സമയം കൊണ്ടാണ് പറഞ്ഞു പോകുന്നത്. അതെന്തോ അത്ര കണക്റ്റ് ആയില്ല. ഈ സിനിമയിലെ ഒരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറി എല്ലാ പ്രേതപടത്തിലും ഉണ്ടാവുമല്ലോ, ഒരു കഥ, ഒരു പഴങ്കഥ. ഈ സിനിമയ്ക്കകത്തതുണ്ട്. പക്ഷെ അത് എന്തോ കണക്റ്റ് ആവാത്ത പോലെ പെട്ടെന്ന് അങ്ങോട്ട് പറഞ്ഞ് അവസാനിപ്പിച്ചു. അങ്ങനെ സിനിമ പോയി. ക്ലൈമാക്സ് ഒക്കെ ആയപ്പോൾ എങ്ങനെയൊക്കെയോ തട്ടിക്കൂട്ടിയൊരു ഫീലായിരുന്നു സിനിമ. ക്ലൈമാക്സ് ഒക്കെ ആയപ്പോഴേക്കും നമുക്ക് ആ ഒരു ഫസ്റ്റ് ഹാഫിൽ കിട്ടിയൊരു സാധനം ഇതിൻ്റെ സെക്കൻഡ് ഹാഫിൽ മിസ്സായ പോലെയാണ് എനിക്ക് തോന്നിയത്. പക്ഷെ സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പോഴും ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങളിലൊന്നും ഒരു വിട്ടുവീഴ്ച ഉണ്ടായിരുന്നില്ല. ആ ഒരു മേക്കിങ് അത് സെക്കൻഡ് ഹാഫിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടുണ്ട്. കാരണം സൗണ്ട് മിക്സിങ് ആയാലും ആ ഒരു എല്ലാം സ്കോറുകളും എല്ലാം തന്നെ സെക്കൻഡ് ഹാഫിൽ അടിപൊളിയായിരുന്ന. പക്ഷെ സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പോൾ ഈ പറഞ്ഞ പോലെ കഥയ്ക്കൊരു മാറ്റം വന്നു. നമുക്ക് ഫസ്റ്റ് ഹാഫിൽ വന്നൊരു സാധനം അവിടെ കിട്ടാണ്ട് പോയി. അപ്പോൾ അതൊക്കെയാണ് എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നിയത്. ഓവറോൾ എനിക്കൊരു ആവറേജ് മൂവി ആയിട്ടാണ് തോന്നിയത്. പിന്നെ നായകനായിട്ട് അഭിനയിച്ച നമ്മുടെ കിഷോർ കുമാർ, പുള്ളിയുടെ പെർഫോമൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. ക്ലൈമാക്സിലൊരു നമ്മുടെ കാന്താര പരിപാടികളൊക്കെ ഉണ്ട്. അത് കഥാപരമായിട്ട് കണക്റ്റ് ആയില്ലെങ്കിൽ പോലും പെർഫോമൻസിൽ പുള്ളി അത് അത്യാവശ്യം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. കാരണം പുള്ളിയിൽ നമ്മൾ ഇത്ര കാലം കണ്ടത് ഒരു നെഗറ്റീവ് ഷെയ്ഡിലൊക്കെ അല്ലെങ്കിൽ ഒരു സപ്പോർട്ടിങ് ക്യാരക്ടർ എന്നൊക്കെ, അതിൽ നിന്നും പ്രത്യേകിച്ച് അങ്ങനെ പെർഫോമൻസിൽ പുള്ളിക്കൊന്നും ചെയ്യാറില്ല. പക്ഷേ ഈ സിനിമയിൽ ചില എലമെൻസുകളൊക്കെ പുള്ളിക്ക് പെർഫോമൻസ് ചെയ്യാനുണ്ട്. അതൊക്കെ എനിക്ക് നല്ലൊരു പോസിറ്റീവായിട്ട് തോന്നി. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു ആവറേജ് പടം. സെക്കൻഡ് ഹാഫ് ഈ പറഞ്ഞ പോലെ ഒന്ന് ഡൗൺ ആയി പോയതാണ് പ്രശ്നമായ. ഫസ്റ്റ് ഹാഫിൻ്റെ ഒരു ഗ്രാഫ് കയറിയ പോലെ സെക്കൻഡ് ഹാഫും അതുപോലെ തന്നെ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ നല്ലൊരു പടമായത്. നിങ്ങൾ പ്രേത സിനിമകളൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന, നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ജോണറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു തവണ തിയേറ്ററിൽ കാണാൻ താല്പര്യമുള്ളവർക്ക് എന്തായാലും ഒന്ന് കണ്ടു നോക്കാം. തിയേറ്ററിൽ കാണുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സിനിമ കംപ്ലീറ്റ് ഒരു നൈറ്റ് ഡാർക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്കൊരു അടച്ചിട്ട റൂമിൽ, തിയേറ്റർ അതിന് പക്കയാണ്. നമുക്ക് ഈ സാധനം നാളെ ഫോണിൽ കാണുമ്പോൾ നമുക്ക് അത്രയും കിട്ടിയത് വരില്ല. അപ്പം കാണാൻ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് തിയേറ്ററിൽ കണ്ടു നോക്ക്. അതും ഹൊറർ സിനിമകൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ മാത്രം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ഹാഫ് അടിപൊളിയായിരുന്നു. സെക്കൻഡ് ഹാഫ് പ്രതീക്ഷിച്ച പോലത്തെ ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നിയില്ല. ഒരു ആവറേജ് എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തായാലും കാണാൻ താല്പര്യമുള്ളവർ കണ്ടു നോക്കി.